യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിഹാദിന്റെ MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. തൊപ്പി എന്ന യൂട്യൂബർ ഇതിനു മുൻപും വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. എനിക്ക് മാത്രം എന്താണോ തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? അടുത്ത ജീവിതം ഒരു സമാധാനവും. ലഹരി കച്ചവടമാണ്, ഉപയോഗം മാത്രമല്ല കച്ചവടമടക്കം. ഒക്കെ പണം പോയി കഴിഞ്ഞാൽ ഒരു 4-5 കോടി രൂപയുടെ കച്ചവടം. 4.5 കോടി രൂപയുടെ ചില്ലറ കളിയാ. നീ ഇത് തമാശ 4.5 കോടി രൂപയുടെ ബിസിനസ് ഉണ്ട്. ആ ലഹരി കൊടുത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുന്നതും തൊപ്പിയാണ്. പിന്നെ എന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? ഈ കമന്റ് ബോക്സിൽ കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും മെൻഷൻ ചെയ്യുക. തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കുട്ടികൾ കാണുന്ന ഒരു ഷോ ലൈവ്, ആ ലൈവിന്റെ അകത്തുള്ള ഗ്യാങ്ങിൽ അവിടെ നടക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാനോ കാണാനോ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ആ ഗ്യാങ്ങിന്റെ തലവൻ തന്നെ പച്ചക്ക് വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ ഇതെന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതെന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല രാജ്യദ്രോഹി എന്നൊക്കെ പിടിച്ചു കൊണ്ടുപോയി അകത്തിടണം. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം. NDPS ആക്ട് പ്രകാരം ഷമീറിനെ അടക്കം അറസ്റ്റ് ചെയ്യണം. അതിന് കൂട്ടുനിന്ന MRZ ഗ്യാങ്ങിലെ എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. യൂണിഫോം